പല വിധത്തിലുള്ള ചെറുതും വലുതുമായതും എണ്ണത്തിൽ കൂടിയതും കുറഞ്ഞതുമൊക്കെയായ ഗ്രൂപ്പുകളെ നാം സംഘടന, കൂട്ടായ്മ, അസോസിയേഷനുകൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ നിന്നൊക്കെ വിഭിന്നമാകുന്നത് അതിൻ്റെ ആശയതലം, ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എന്നിവയൊക്കെ കൊണ്ടാണ്. കോൺഗ്രസിനെ ഒരു ബസ്സിലെ യാത്രക്കാരോട് ഉപമിച്ചത് ആരും ഓർമ്മയില്ല. അടുത്തടുത്തുള്ള സീറ്റിലെ യാത്രക്കാരെങ്കിലും പലരുടെയും ലക്ഷ്യസ്ഥാനം അഥവാ എത്തിച്ചേരേണ്ട സ്ഥലം വെവ്വേറെയാണ് എന്നതാണ് കാര്യം. ഗ്രൂപ്പ് പോരിൻ്റെ വൈറസ് എന്നും കോൺഗ്രസിൻ്റെ അന്തരീക്ഷത്തിലുള്ളതാണ്. പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടവരെ സ്വയം ഇല്ലാതാക്കുന്ന ആത്മനാശത്തിൻ്റെ പരകോടിയിലാണ് ഇപ്പോൾ ആ പാർട്ടി. ഒരു കൈ നീട്ടിയിരുന്നുവെങ്കിൽ, ആശ്വാസത്തിൻ്റെ ഒരു വാക്ക് കൈമാറിയിരുന്നുവെങ്കിൽ സംരക്ഷിക്കാമായിരുന്നതും എന്നാൽ നഷ്ടപ്പെടാത്തതുമായ ജീവനുകളുടെ എണ്ണം ഏറുകയാണ്. ഒറ്റപ്പെടുത്തലും അഴിമതി കുരുക്കിൽ അകപ്പെടുത്തിയുള്ള പുകച്ചുതള്ളലും മാറ്റമില്ലാതെ തുടരുന്നു. അവരതിനെല്ലാം ജനാധിപത്യ ബോധമുള്ള പാർട്ടി എന്ന് വിശേഷിപ്പിച്ച് രക്ഷപ്പെടുന്നതാണ് പതിവ്. സാക്ഷാൽ രാഹുൽ ഗാന്ധിയുടെയും ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെയും മണ്ഡലമാണ് വയനാട്. ഈ വയനാട്ടിൽ മാത്രം 10 വർഷത്തിനിടെ 5 പേരെ ഈ പാർട്ടി കൊലയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലും കാണാത്ത ദുരന്ത സാഹചര്യം. ഇപ്പോഴും ഇതിലൊന്നും പരിഹാരമില്ലാതെ ന്യായീകരണത്തിലൂടെ മൂടിവെച്ച് മുന്നേറുന്നു ഇക്കൂട്ടർ. പിന്നിൽ നിൽക്കുന്നവർ ദുരന്തമുഖങ്ങളിൽ വീണു പോകുന്നവരെ ചവിട്ടി മെതിച്ച് മുന്നേറുന്നു. മുള്ളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് അംഗവും കോൺഗ്രസിൻ്റെ നേതാവുമായിരുന്ന ജോസ് നെല്ലേടത്തിൻ്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ ആ കുടുംബത്തെ തന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തുടർ വാർത്തകളാണ് വരുന്നത്. ദുരന്തത്തിന് ശേഷവും കൃത്യമായി ഇടപെടുന്നതിൽ ജില്ലാ നേതൃത്വം തന്നെ പരാജയപ്പെട്ടുവെന്നാണ് പ്രവർത്തകർ തന്നെ പറയുന്നത്. 2015 നവംബറിൽ മാനന്തവാടി ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്ന PV ജോൺ പാർട്ടി ഓഫീസിനുള്ളിലാണ് ജീവനൊടുക്കിയത്. ഒപ്പമുണ്ടെന്ന് വിശ്വസിച്ച് നേതൃത്വം വഞ്ചിച്ചെന്ന സങ്കടം ഇപ്പോഴും തീരാതെ അന്തരീക്ഷത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കപ്പെടാതെ തുടരുന്നു. അന്നും ജില്ലാ നേതൃത്വത്തിനെതിരെ PV ജോണിന്റെ കുടുംബം ആക്ഷേപം ഉന്നയിച്ചിരുന്നു. പുൽപ്പള്ളി കേളക്കവല സ്വദേശിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജേന്ദ്രൻ നായർ 2023 മെയ്യിൽ ആത്മഹത്യ ചെയ്തതും മറക്കാനാവില്ല. കോൺഗ്രസ് മറന്നാലും അത് നാടിന് ഉണങ്ങാത്ത ഓർമ്മയാണ്. പുൽപ്പള്ളി സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിന് ഇരയായിരുന്നു രാജേന്ദ്രൻ. ബാങ്ക് മുൻ പ്രസിഡന്റായിരുന്ന KPCC മുൻ ജനറൽ സെക്രട്ടറി KK എബ്രഹാം പിന്നീട് ജയിലിലുമായി. ജില്ലാ നേതൃത്വത്തിനും KPCCക്കും ഈ മരണങ്ങളോ അതിലേക്ക് നയിച്ച കാരണങ്ങളോ അറിയാത്തതല്ല. വൈറസ് ബാധ പറ്റിവരുകാൻ അവർ കാത്തു നിൽക്കുകയായിരുന്നു എന്ന ചോദ്യത്തിന് അണികൾക്ക് ഇന്നും ഉത്തരം ലഭിച്ചിട്ടില്ല. 2024 ഡിസംബറിലാണ് ജില്ലാ കോൺഗ്രസ് ട്രഷറർ NM വിജയനും മകൻ ജിജേഷും വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. എത്ര ഉയർന്ന പോസ്റ്റിലിരുന്ന ആളാണെന്ന് ഓർക്കണം. കേരളം നടുങ്ങിയ വാർത്തയാണ്. നടുക്കമില്ലാത്തത് കോൺഗ്രസിന് മാത്രമാണ്. ബത്തേരി സഹകരണ ബാങ്കിലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതകളുടെ പേരിലായിരുന്നു മരണം. നേതാക്കൾക്ക് അറിയാത്തതായിരുന്നില്ല അവർ അകപ്പെട്ടുപോയ കുരുക്ക്. അണികൾക്കും അറിയാം. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരുടെ പേര് ഈ കേസിൽ ഇപ്പോഴുമുണ്ട്. വിജയന്റെ മകൻ വിജേഷിന്റെയും ഭാര്യ പത്മജയുടെയും വിശ്വാസം നേടാൻ പോലും ഈ പാർട്ടിക്ക് കഴിയുന്നില്ല. അവരെയും പിതാവിന്റെ ദുരന്തത്തിലേക്ക് തള്ളിവിടും സമീപനമാണ് ഇവർ തുടരുന്നത്. T സിദ്ദിഖ് MLAക്ക് നേരെയും കുടുംബം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. നേതാക്കളിൽ നിന്ന് മാനസിക പീഡനം നേരിടുന്ന ആരോപിച്ച് പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് കാര്യങ്ങൾ. വിഷയം വിവാദമായതോടെ NM വിജയന്റെ കുടുംബത്തെ തള്ളിപ്പറയുന്ന തിടുക്കത്തിലാണ് KPCC. ജോസ് നെല്ലേടത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും നേതൃത്വം ഒപ്പമുണ്ടായിട്ടില്ല. ലഹരിക്കെതിരെ പോലീസിൽ സ്ഥിരം മെസ്സഞ്ചറായിരുന്നു ജോസ്. ഒരുപക്ഷെ നാട് നന്നാകണമെന്ന് ആഗ്രഹിച്ച ഒരാൾ. ഒരുമിച്ചിരുത്തി സംസാരിച്ച് പരിഹരിച്ചു പോകാമായിരുന്ന സംഭവങ്ങളായിരുന്നു ഇവയെല്ലാം. പക്ഷേ നേതൃത്വം തന്നെ ഇതിൽ പ്രതികാര ബുദ്ധിയോടെ നിലകൊണ്ടു. കോൺഗ്രസ് അണികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. അത് ഒരു കാര്യത്തിലും അവർക്ക് പതിവുള്ളതല്ല. 1948 തുടങ്ങിയതാണ് സ്വന്തം കൂട്ടരെ ഇല്ലാതാക്കുന്ന കൊലപാതക പരമ്പര. മൊയ്യാരത്ത് ശങ്കരൻ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് അടിത്തറ പാകിയ സമുന്നതരായ നേതാക്കളിൽ ഒരാളായിരുന്നു. മികച്ച പ്രഭാഷകനും എഴുത്തുകാരനുമെല്ലാമായിരുന്നു മൊയ്യാരത്ത്. കോൺഗ്രസ് പാർട്ടി വിട്ട് അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതായിരുന്നു അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തെ പ്രകോപിപ്പിച്ചത്. 1948 മെയ് 11 ഇടയ്ക്കാട് വെച്ചാണ് കോൺഗ്രസിന്റെ കുപ്രസിദ്ധമായ കുറുവടിപ്പട വൃദ്ധനായിരുന്ന മൊയ്യാരത്ത് എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയെ കൊലപ്പെടുത്തിയത്. ഗ്രൂപ്പ് പോരിന്റെ ഭാഗമായിരുന്നു തൃശൂർ ജില്ലയിലെ മധുവിന്റെയും ലാൽജിയുടെയും ഹനീഫയുടെയും കൊലപാതകം. 2013 ജൂൺ 13 ഗ്രൂപ്പ് മാറിയെന്ന പേരിൽ മധുവിനെ കൊലപ്പെടുത്തിയത്. തൊട്ടു പിന്നാലെ പ്രതികാരമെന്നോണം മറ്റൊരു കോൺഗ്രസുകാരനായ ലാൽജിയും കൊല്ലപ്പെട്ടു. തീർന്നില്ല, അധികം താമസിയാതെ ചാവക്കാട് കോൺഗ്രസ് ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായി ഹനീഫയും കൊല്ലപ്പെട്ടു. ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ തൃശൂർ ജില്ലയിലെ സമുന്നതരായ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളും പാർട്ടി പ്രവർത്തകരും ആരോപണം ഉന്നയിച്ചിട്ടും സംസ്ഥാന നേതൃത്വം പതിവ് പോലെ സംരക്ഷിച്ചു. ഇന്നത്തെ പോലെ അന്നും കൊലയുടെ പതാകവാഹകരായി കോൺഗ്രസ് മാറി. ചോദ്യം ചോദിക്കുന്നില്ല, ഉത്തരം അവർക്ക് പതിവുള്ളതല്ലല്ലോ.